നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണപ്രിയ അരുൺ. ഞാൻ കേരള വാട്ടർ അതോറിറ്റി വൈറ്റ്ല സെക്ഷനിൽ ഓവർസിയറായിട്ട് വർക്ക് ചെയ്യുവാണ്. എന്നെപ്പറ്റി പറയുവാണെങ്കിൽ ഞാൻ 2018 ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ആ ഒരു ഇയറിൽ തന്നെ ഞാനൊരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 2.5 ഇയേഴ്സ് ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് ശരിക്കും ഒരു കൊറോണ ഒരു കാലഘട്ടമൊക്കെ വരുന്നത്. അപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ ജോബ് സെക്യൂരിറ്റി എന്നതിൻ്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ആ ഒരു ടൈമിലാണ് മനസ്സിലാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എൻ്റെ ജോബിനെ അത് ബാധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾക്ക് ചുറ്റുപാട് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഗവൺമെൻറ് ജോബ് നോക്കാം എന്നുള്ളൊരു ഓപ്ഷനിലേക്കൊക്കെ പോകുന്നത്. അപ്പം അതിന് മുന്നേ തന്നെ പാരൻസൊക്കെ പറയുമായിരുന്നു, നിനക്ക് ഗവൺമെൻറ് ജോബ് നോക്കിക്കൂടെ എന്നെല്ലാം അവർ പറയുമായിരുന്നു. പക്ഷേ എനിക്ക് ജോബ് റിസൈൻ ചെയ്യാനായിട്ട് ആ സമയത്തൊരു മടിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത്. അങ്ങനെ കൊറോണ ഒരു ടൈം ഒക്കെ കഴിഞ്ഞൊരു 2021 ഞാൻ അതിലൊരു പ്ലാൻ എനിക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് ജോബ് കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് PSC കോച്ചിങ്ങിന് തന്നെ പോകണം. അപ്പോൾ എവിടെ പോകണം എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് നെക്സ്റ്റ്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ എവിടെ പഠിക്കണം എന്നുള്ളതിൽ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ SCMSലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ എൻ്റെ സീനിയേഴ്സ് ആയിക്കോട്ടെ, എൻ്റെ ഒപ്പം ബാച്ചിൽ പഠിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേരൊക്കെ ഉണ്ട്. അവിടെ ഓൾറെഡി അവിടെ പഠിക്കുന്നവരുണ്ട്. പിന്നെ പഠിച്ച് ജോലി കിട്ടിയവരെയും അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഹോളിമാതയിലേക്ക് പോകുന്നത്. ഹോളിമാതയിൽ അങ്ങനെയാണ് ആലുവയിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. ആലുവയിൽ ജോയിൻ ചെയ്ത് ഒരു 2 വീക്സ് മാത്രം ഞാൻ അവിടെ പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചാലക്കുടിയിൽ ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, അവിടെ നമുക്ക് നിൽക്കാം, എന്നിട്ട് അവിടെ ചാലക്കുടി ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ശരിക്കും PSC പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ വെച്ചിട്ടാണ്. എൻ്റെ ആ ഒരു PSC ജേർണി എന്ന് പറയുന്നത് വളരെ ഒരു ഷോർട്ട് ടേം ജേർണിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു 6 മന്ത്സ്, ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സ് മാത്രമേ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് PSCക്ക് വേണ്ടി പഠിച്ചിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അവിടെ ക്ലാസ് അടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങൾ ക്ലാസ്സിൽ പോകും ഡെയിലി. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ ഈ 6 മന്ത്സ് എന്താ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ പറയാം, ഷിനു സാർ എന്താണോ പറഞ്ഞത് അത് മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുള്ളൂ. ട്രൈ ചെയ്യുന്നെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. കാരണം പലപ്പോഴും അതെത്താൻ ശ്രമിക്കാറുണ്ട്. സാർ ഇത്ര ഒരു സബ്ജക്റ്റ് ഇന്ന ദിവസം റിവിഷൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് നടന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ട്രൈ ചെയ്യുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ PSC ലിസ്റ്റിൽ കയറണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എഫേർട്ട് മാത്രമല്ല, എൻ്റെ മെയിൻ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒന്ന് ഫാമിലിയാണ്. ഓഫ് കോഴ്സ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്നത് അവർ തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഷിൻഡോ സാറാണ്. ഹോളിമാതയാണ്. ഷിൻഡോ സാറ് മാത്രമല്ല, ഒത്തിരി ഫാക്കൽറ്റീസ് വേറെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ ഒരു കോച്ചിങ്ങും സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് വീക്കെൻഡിൽ, സൺഡേസിൽ ഒരു മീറ്റിംഗ് പോലെ സാർ വയ്ക്കാറുണ്ട്. ഭയങ്കര മോട്ടിവേഷനാണ്. ഞങ്ങൾ എന്തൊക്കെ സംഭവിച്ചാലും അന്നത്തെ ദിവസം അത് കയറിയിരിക്കും. അങ്ങനെയാണ്. പിന്നെ അവിടുത്തെ ക്ലാസ്സിനെ പറ്റി പറയുവാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമാകുന്ന മെറ്റീരിയൽസാണ്. അടിപൊളി മെറ്റീരിയലാണ്. ഭയങ്കര സിമ്പിളായിട്ടെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആക്ച്വലി പഠിക്കാൻ തോന്നും. ആ മെറ്റീരിയൽസ് അങ്ങനെയാണ്. അപ്പോൾ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് എടുക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യലാണ് കൂടുതലും. അപ്പോൾ മെറ്റീരിയൽസിൽ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യും. പിന്നെ ഞങ്ങൾ അല്ലാതെ തന്നെ പല ഓതേഴ്സിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്സുകൾ റെഫർ ചെയ്തിട്ട് അതിലത്തെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഞങ്ങൾ ആൻസർ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചെയ്തിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിവിഷൻ ഞങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാരണം എക്സാമിന് മുന്നേ ഞങ്ങൾ സാറ് എപ്പോഴും പറയും, ഓരോ ദിവസം ഓരോ സബ്ജക്ട്സ് സാറ് പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ റിവൈസ് ചെയ്യാറുണ്ട്. അത് എനിക്ക് ഒത്തിരി എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് കമ്പൈൻ സ്റ്റഡിയാണ്. സാറ് പറയുന്നൊരു കാര്യം, നിങ്ങളെപ്പോഴും ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക, അവരായിട്ടൊന്ന് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക, അതൊക്കെ സാറ് പറയുന്നൊരു കാര്യമാണ്. എനിക്കുണ്ടായ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു നല്ല ഫ്രണ്ട്സിനെ കിട്ടി എന്നുള്ളതാണ്. കാരണം ഫ്രണ്ട്സ് എൻ്റെ കോളേജിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി.
എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ മടിയാണെങ്കിൽ കൂടിയും അവർ രാവിലെ വിളിച്ച് എഴുന്നേൽപ്പിക്കും. അത്രയും അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കിരുന്ന് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുള്ളൂ. എപ്പോഴും ഈ കമ്പൈൻ സ്റ്റഡി ആയിരിക്കും. ഗൂഗിൾ മീറ്റ്സിലായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ PSC പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഗവൺമെൻറ് ജോബ് കിട്ടത്തില്ല എന്നൊന്നും വിചാരിച്ച് പഠിക്കാതിരിക്കണ്ട. അത് കിട്ടും. കാരണം ഞാനും ഇതാദ്യം വിചാരിച്ച ഒരാൾ തന്നെയാണ്. ഗവൺമെൻറ് ജോബ് കിട്ടുന്നത് ബുദ്ധിമുട്ടല്ലേ, വളരെ കുറച്ച് പേര് മാത്രമല്ലേ കയറുന്നുള്ളൂ, എത്രയോ പേര് പഠിച്ചിട്ട്, ഇതൊക്കെ ഞാനും ആലോചിച്ചിരുന്നൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ട്രൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. അത് തന്നെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ലിസ്റ്റുകളിലൊക്കെ വരാനായിട്ട് പറ്റും. നല്ല റാങ്കുകളും വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ കമ്പൈൻ സ്റ്റഡി അതും കൂടെ കൊണ്ടുപോവുക. അത്യാവശ്യം നല്ല ഫ്രണ്ട്സ് ഗ്യാങ്ങൊക്കെ ഉണ്ടാക്കിയെടുത്ത് പഠിക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എനിവേ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.